ഹലോ, ഗ്രാൻഡഡിക്ക് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നിവിടെ ചെയ്യാൻ പോകുന്ന ഒരു ഹോം മെയ്ഡ് ചോക്ലേറ്റ് ആണ്. ഈ ചോക്ലേറ്റ് എങ്ങനെ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റാണിത്. ഇതിനെന്തൊക്കെയാണ് സാധനങ്ങളെന്ന് നോക്കുന്നതിന് മുമ്പ് ഈ ചാനൽ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടി സഹായിക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതിനുവേണ്ടി ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ഒരു പാത്രമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഗ്ലാസിൻ്റെ വേണം നിർബന്ധമില്ല, നമ്മുടെ സ്റ്റീൽ പാത്രങ്ങൾ എന്തെങ്കിലും ആണെങ്കിലും മതി. അതുപോലെ തന്നെ വെളിച്ചെണ്ണ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ചായ കുടിക്കുന്ന ഗ്ലാസ്സിനകത്താണ് ഇതിൻ്റെ അളവെടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു അര ഗ്ലാസ് വെളിച്ചെണ്ണ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അര ഗ്ലാസ് പാൽപ്പൊടി, അതുപോലെ തന്നെ പഞ്ചസാര നന്നായിട്ട് പൊടിച്ചിവിടെ ഒരു അര ഗ്ലാസ് ഇവിടെ വെച്ചിട്ടുണ്ട്. വാനില എസൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുണ്ടെങ്കിൽ മാത്രം നമ്മൾ ചേർത്താൽ മതി. ഉള്ളതുകൊണ്ട് ഞാനിവിടെ ചേർക്കുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ഇത് ഒഴിച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിനിട്ട് ആഴ്ച 2 പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഈ പാത്രം നമ്മളിവിടെ കിടന്നൊരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ഞാൻ നല്ലപോലെ വൃത്തിയാക്കിയിട്ട് അതിനകത്ത് നെയ്യൊക്കെ തടവി എടുത്ത് വെച്ചിരിക്കുന്നതാണ്. ഇതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ബിസ്ക്കറ്റൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ്. അതും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് മായം ഒന്നും ചേരാത്ത നല്ലൊരു ചോക്ലേറ്റ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പം അതിനായിട്ട് സ്റ്റൗ ഒന്ന് നമുക്ക് കത്തിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റൗവിൽ നമ്മുടെ ചരുവത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. തിളപ്പിക്കാൻ വെച്ചാൽ അത് തിളച്ച് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഈ പാത്രം ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുകയാണ്. ജസ്റ്റ് ഇതൊന്ന് ചൂടാക്കി എടുക്കാൻ വേണ്ടി മാത്രം കേട്ടോ. അപ്പോൾ ഈ പാത്രത്തിലേക്കാണ് നമുക്ക് ബാക്കി കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ആദ്യം തന്നെ ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. അതിന് ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പഞ്ചസാരപ്പൊടി ഞാൻ കുറേശ്ശെ നമുക്ക് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം. കട്ട പിടിക്കാതെ നമുക്ക് ഇളക്കിയെടുക്കാം. പഞ്ചസാര പൊടിക്കുമ്പോൾ ഒരു ശകലം പോലും നമുക്ക് തരി കാണാൻ പാടില്ല. നല്ല നൈസായിട്ട് വേണം നമുക്ക് പൊടിച്ചെടുക്കാൻ, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ. പഞ്ചസാരപ്പൊടി നമുക്ക് ചേർത്ത് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു ചോക്ലേറ്റ് ആണിത്. അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഉണ്ടെങ്കിൽ, ഫ്രിഡ്ജ് വേണം, അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഉള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഒരു 15 മിനിറ്റ് നമ്മുടെ ഫ്രീസറിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഡി ആയി കിട്ടും. ഇതാണ് നമ്മുടെ പഞ്ചസാരപ്പൊടി നന്നായിട്ട് വെളിച്ചെണ്ണയിൽ അരിഞ്ഞ് വന്നിട്ടുണ്ട്. നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നല്ലപോലെ അരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് നമ്മുടെ പാൽപ്പൊടിയാണ്. പാൽപ്പൊടി ഞാൻ കുറേശ്ശെ ആയിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. അളവ് പാത്രം എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കുക. അതല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കുന്ന ഗ്ലാസ്സിലാണെങ്കിലും എടുത്താൽ മതി. വെള്ളം നന്നായിട്ട് കിടന്ന് തിളയ്ക്കട്ടെ. ആ തിളച്ച് വരുന്ന ആവി കൊണ്ടിട്ടാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത്. പാൽപ്പൊടി നമ്മൾ ഏത് കമ്പനിയുടെ ആണെങ്കിലും കുഴപ്പമില്ല. കുറേശ്ശെ ഇട്ട് നമുക്ക് റെഡിയായി ഇവിടെ വന്നിട്ടുണ്ട്. കുറുകിയ ഒരു ഇതിലാണ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് ലേശം വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് ഇല്ലെങ്കിൽ നമ്മുടെ ഏലയ്ക്ക നന്നായിട്ട് പൊടിച്ച് ചേർത്താനും മതി. ലേശം ചേർത്താൽ മതിയാവും. ഞാനൊരു 2 തുള്ളിയൊക്കെ ചേർക്കുന്നുള്ളൂ. ഇത് നമുക്ക് നന്നായിട്ട് ഒന്നുകൂടെ ഇളക്കിയെടുക്കാം. വെള്ളം നന്നായിട്ട് തന്നെ തിളച്ച് വരും. ആ ചൂടുകൊണ്ട് നമുക്കൊന്ന് റെഡിയാക്കാം. അപ്പോൾ ഈ പരുവത്തിലാണ് നമുക്കിത് കിട്ടേണ്ടത്. അഥവാ ഇതൊന്ന് നമ്മുടെ ഈ കൂട്ടൊന്ന് തിക്കായി പോയെങ്കിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒന്ന് ചേർത്താൽ മതിയാവും. റെഡി ആയിട്ടില്ലെങ്കിൽ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ആറാനായിട്ട് വയ്ക്കാം. നമ്മുടെ ചോക്ലേറ്റ് കൂട്ട് നന്നായിട്ട് ചൂടാറായി വന്നിട്ടുണ്ട്. ഇത് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന ഈ പാത്രത്തേക്ക് നമുക്ക് ഒഴിച്ചു വെക്കാം. ഒത്തിരി കട്ടിയിലൊന്നും ഒഴിക്കണ്ട. അതുപോലെ തന്നെ കുറച്ച് നെയ്യ് ഞാൻ ഇതിൻ്റെ അകത്ത് തടവിയിട്ടുണ്ട്. നെയ്യില്ലാത്തൊരു എണ്ണ തടവിയാലും മതി. ഈ വെളിച്ചെണ്ണയ്ക്ക് പകരം നമുക്ക് ബട്ടർ വേണമെങ്കിലും ഉപയോഗിക്കാം കേട്ടോ. ഈ വെളിച്ചെണ്ണ ടേസ്റ്റൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് പറഞ്ഞ മാതിരി നമ്മുടെ ബട്ടറും കൂടെ ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഈ ഒരു കലത്തിലാണ് ഞാൻ അതിനകത്ത് ഒഴിക്കുന്നത്. ഇതിനകത്ത് ഞാൻ ഈ പാത്രത്തിലോട്ട് കൂടെ ഒഴിക്കാം.
ഇനി നമുക്കിത് ഞാൻ ഫ്രീസറിലാണ് ഇപ്പോൾ വയ്ക്കാൻ പോകുന്നത്, കാരണം നമുക്ക് പെട്ടെന്ന് എടുക്കണമല്ലോ. നമുക്കൊരു 15 മിനിറ്റ് ഞാനിതൊരു ഫ്രീസറിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കട്ടെ. അല്ലെങ്കിൽ നമ്മൾ താഴെ വെക്കുന്നെങ്കിൽ 1 മണിക്കൂറോളം വെക്കേണ്ടി വരും. ഇപ്പോൾ ഫ്രീസറിൽ വെച്ച് ഞാൻ തണുപ്പിച്ചെടുത്തോണ്ട് വന്നിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വൈറ്റ് ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു 15 മിനിറ്റ് നമ്മുടെ ഫ്രീസറിൽ വെച്ചിട്ടാണ് റെഡിയാക്കിയെടുത്തത്. ഇതാ നല്ല സൂപ്പറായിട്ടുണ്ട്. നമ്മുടെ കുട്ടികൾക്കൊക്കെ വീട്ടിലെ സാധനങ്ങളൊക്കെ വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ചോക്ലേറ്റാണിത്. ഇത് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങൾ അറിയിക്കുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ബൈ.